നീണ്ട കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കുടുംബവുമൊത്ത് ഒരു സുരക്ഷിത യാത്ര. അവസാനം അതിനായി ഞങ്ങൾ ട്രെയിൻ തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ രാവിലെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 മണിക്ക് യാത്ര ആരംഭിച്ചു. ട്രെയിനിലെ AC കമ്പാർട്ട്മെൻറ്റിലെ യാത്ര എല്ലാവർക്കും ഒരു കൗതുകം തന്നെയായിരുന്നു. മാറി വന്ന കാലത്തിനൊത്ത പുതിയ കോച്ചുകളുമെല്ലാം എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ചു. ട്രെയിൻ ഇറങ്ങി ഹോട്ടലിൽ പോയി ഫ്രഷായി വന്ന ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് തിരിച്ചു. ഇവിടെ 2 തരത്തിൽ നമുക്ക് ടിക്കറ്റുകൾ ലഭ്യമാവും. ഒന്ന് എമർജൻസി, ഒന്ന് സാധാരണ ക്യൂ. ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഈ ബോട്ടിൽ കയറി പറ്റുക എന്നുള്ളത്. അത്ര സാഹസം നിറഞ്ഞ ഒരു യാത്രയാണിത്. ഭീമൻ തിരകളെ കീറി മുറിച്ചുകൊണ്ട് ആ ബോട്ടിൻ്റെ യാത്ര വിവേകാനന്ദ പാറയെ ലക്ഷ്യമാക്കി നീങ്ങി. ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. താഴെ ഇറങ്ങി നിന്ന് വീണ്ടും നമ്മളൊരു ടിക്കറ്റ് എടുക്കണം. വിവേകാനന്ദ പാറയിലേക്കുള്ള ടിക്കറ്റാണിത്. അവിടെ നിന്നും എല്ലാവരും ടിക്കറ്റ് എടുത്ത് വിവേകാനന്ദ പാറയെ ലക്ഷ്യമാക്കി നീങ്ങി. ചെരുപ്പെല്ലാം റാക്കിൽ നിക്ഷേപിച്ച് എല്ലാവരും വിവേകാനന്ദ പാറയെ ലക്ഷ്യമാക്കി നടന്നു. അത്ര എളുപ്പമല്ല നടത്തം. എന്നാലും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള നടത്തം എല്ലാവർക്കും ഒരു കൗതുകം തന്നെയായിരുന്നു. 1863 ജനുവരി 12 കൽക്കട്ടയിൽ ജനിച്ച നരേന്ദ്രനാഥൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും പിന്നീട് വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. പഠനത്തിലും പ്രവൃത്തിയിലും വ്യത്യസ്തത പുലർത്തിയിരുന്ന അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഭാരതീയ സംസ്കാരത്തിന് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിന് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ നിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും അദ്ദേഹത്തെ വിഷമിച്ചു. ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മികവ് കണ്ട് അദ്ദേഹത്തിനെ ഷിക്കാഗോ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഷിക്കാഗോ സമ്മേളനാനന്തരം പ്രൊഫസർ റൈറ്റ് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഈ നാട്ടിലുള്ള എല്ലാ പ്രൊഫസർമാരെ ചേർത്ത് വെച്ചാലും വിവേകാനന്ദനോളം ഒക്കുകയില്ല എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ എളിമയും അറിവും എല്ലാം വ്യത്യസ്തത നിറഞ്ഞു നിന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ഈ സ്ഥലത്ത് കുമാരി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. നിത്യകന്യകയായ ദേവിയുടെ ആവാസ സ്ഥലമായ ഈ സ്ഥലം പിന്നീട് കന്യാകുമാരി എന്നും അറിയപ്പെട്ടു. വിവേകാനന്ദ സ്വാമി കന്യാകുമാരി സന്ദർശന വേളയിൽ കടൽ നീന്തിക്കടക്കുകയും 2 പാറയിടുക്കുകളിൽ ഒന്നിൽ പോയിരുന്ന് ധ്യാനിക്കുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുന്നു. 1902 ജൂലൈ 4 വേദിക് കോളേജിൽ അദ്ദേഹം മതപരമായ ഒരു ക്ലാസ് എടുക്കുകയും ആ സമയം തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു. ഉടനെ തന്നെ തൻ്റെ മുറിയിൽ പോയി ധ്യാന നിമഗ്നനാവുകയും ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ സമാധിയാവുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുന്നു. സ്വാമി വിവേകാനന്ദൻ തൻ്റെ 39ാമത്തെ വയസ്സിൽ ഭാരതത്തോട് വിട പറഞ്ഞു. പിന്നീട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വിവേകാനന്ദ സ്മാരക സമിതി വിവേകാനന്ദ പാറയുടെ നിർമ്മാണത്തിന് രൂപം കൊടുത്തു. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന വി ഗിരി ഉദ്ഘാടനം നടത്തി. ഇന്ന് നാനാദേശത്തു നിന്നും ആളുകൾ ഇവിടെ വിവേകാനന്ദ പാറ സന്ദർശിക്കുവാൻ എത്തുന്നു. ഇവിടുത്തെ സന്ദർശനവും ആ പാറയുടെ മുകളിലുള്ള ക്ഷേത്രത്തിലുള്ള പ്രാർത്ഥനയും ഓരോ ആളുകൾക്കും വ്യത്യസ്തത പകർന്നു തരുന്നു. വിവേകാനന്ദ പാറയിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ നീണ്ട ക്യൂ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. തന്നെയുമല്ല, കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ബോട്ടുകളുടെ ഓപ്പറേഷനിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. വിവേകാനന്ദ പാറയോട് ചേർന്ന് തമിഴ് മഹാകവി തിരുവള്ളൂരിൻ്റെ പ്രതിമയും സ്ഥിതി ചെയ്യുന്നു. വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തെയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്ലാസ് പാലം നിർമ്മിച്ചിരിക്കുന്നു. 37 കോടി രൂപ ചെലവിൽ രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലം ഒരുങ്ങിയത് തമിഴ്നാട് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ്. ഇറക്കുമതി ചെയ്ത കട്ടിയുള്ള കണ്ണാടികൾ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം സഞ്ചാരികൾക്ക് കൗതുകമാണ്. കടലിൻ്റെ അടിവശം മുകളിൽ നിന്ന് ദർശിക്കുന്നതിനും വ്യത്യസ്തമായ ഒരു അനുഭവം യാത്രക്കാർക്ക് നൽകുന്നു. ഇതിന് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഗാന്ധി സ്മൃതിയിലേക്ക് തിരിച്ചു. ഗാന്ധി സ്മൃതിയുടെ കവാടം മുതൽ താഴം വരെയും വഴിവാണിഭക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. പർച്ചേസിനാണെങ്കിൽ വിശാലമായ ഒരു മാർക്കറ്റ്.
തുണിത്തരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മിഠായികൾ, അങ്ങനെ പല വസ്തുക്കൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള ആഹാര വസ്തുക്കളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇഷ്ടമുള്ള ഐറ്റം തിരഞ്ഞെടുക്കാനും വില പേശാനും പറ്റിയ ഒരു മാർക്കറ്റ്. ഓരോ കടയിലേക്കും ആളുകളെ പ്രത്യേകം വിളിച്ചു കയറ്റുന്നതിനും അവർക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യമനുസരിച്ച് നൽകുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ച തൊഴിലാളികൾ. ഇതെല്ലാം ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഗാന്ധി മണ്ഡപവും കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഈ ടൂർ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ വന്നു. എല്ലാവരും ഓട്ടോയിൽ കയറി റൂമിലേക്ക് പോയി. റൂമിൽ പോയി ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് പുറത്തു വന്ന് ആഹാരവും കഴിച്ച് പിന്നീട് നേരെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക്. ബസ്സിനാണ് ഞങ്ങൾ അവിടുന്ന് നാഗർകോവിൽ വരെ പോകുന്നത്. മലയാളികളുടെ ഇടയിൽ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്. ഇതൊന്ന് ആസ്വദിക്കാമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ തമിഴ്നാട് സ്റ്റേറ്റ് വാഹനത്തിൽ യാത്ര തുടർന്നത്. പെൺകുട്ടികൾക്ക് ആർക്കും ടിക്കറ്റില്ല, ആണുങ്ങൾക്ക് മാത്രമാണ് ടിക്കറ്റുള്ളത്. വാഹനത്തിന് വൃത്തിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും സുഖമായി ഇരിക്കാൻ പറ്റിയ സീറ്റുകൾ, പുതിയ വാഹനങ്ങൾ. മിനിമം നിരക്ക് 5 രൂപ, കേരള സ്റ്റേറ്റിനേക്കാൾ കുറവ്. വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു. ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനും വന്നു. കേരളത്തിലേക്കുള്ള യാത്ര